മോണോ ആക്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടി നാടക മത്സരത്തിനൊരുങ്ങുകയാണ് ഇടുക്കി മുതലക്കോടം സ്കൂളിൽ നിന്നുള്ള കൊച്ചുമിടുക്കി ദയ അജിത്ത്. ദയ അജിത്ത് നാടക മത്സരം നടക്കുന്ന വേദിയുടെ പരിസരത്ത് വെച്ച് കൈരളി ന്യൂസിനൊപ്പം ചേർന്നു. 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു കൊച്ചു കലാകാരി മത്സരരംഗത്തുണ്ട്. നിലവിൽ മോണോ ആക്ടിന് എ ഗ്രേഡ് നേടി നാടക മത്സരത്തിൻ്റെ ഒരുക്കത്തിലാണ് ദയ അജിത്ത്. ഇപ്പോൾ ദയ അജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരത്തിൻ്റെ അനുഭവങ്ങൾ? ആദ്യമായി സ്റ്റേറ്റിൽ വന്നതിൻ്റെ ഒരു ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി. ഒരു സന്തോഷമാണുള്ളത്. എ ഗ്രേഡ് കിട്ടിയതിൻ്റെ അഭിമാനവും. ആ എ ഗ്രേഡ് കിട്ടിയ ഒരു ഭാഗം നമുക്ക് വേണ്ടി കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാമോ? അരങ്ങിലെ സ്പന്ദനങ്ങൾ അറിഞ്ഞതിലുമപ്പുറം അന്തിമ പോരാട്ടത്തിൻ്റെ കാഹളമാണ് നമ്മുടെ ചെവികളിൽ മാറ്റിൽ അമ്മരാജ്യത്തിൻ്റെ മോചനത്തിനായി നാം കൊടുക്കേണ്ടി വരുന്ന വില സ്വജീവനാണെങ്കിൽ ഈ രണഭൂമിയിൽ അഭിമാനത്തോടെ നമുക്ക് രക്തസാക്ഷികളാവാം. നമ്മുടെ ശരീരത്തിൽ നിന്നും ചിതറിത്തെറിക്കുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ശേഷവും പോരാട്ടത്തിൻ്റെ നാൾവഴികളിലേക്ക് ഉദിച്ചുയരുന്ന ഓരോ യോദ്ധാവിനും പ്രചോദനമാവും. സാമ്രാജ്യത്ത് അധിനിവേശത്തിന് വഴങ്ങിക്കൊടുക്കാത്തൊരു മനസ്സ് ഝാൻസിക്കും അതിൻ്റെ ഭരണാധികാരിയായ റാണി ലക്ഷ്മിഭായിക്കുമുണ്ടെന്ന് അവരറിയട്ടെ. ഇതൊരു കലാ കുടുംബത്തിൽ നിന്നുള്ള ആൾ കൂടിയാണ്. സിനിമാ നടി കൂടിയായിട്ടുള്ള ഒരു ആള് കുടുംബത്തിലുണ്ട്. അതുപോലെ തന്നെ റേഡിയോ ജോക്കി ആയിട്ടുള്ള ഒരു കസിൻ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്താണ് അപ്പോൾ ആ ഒരു അനുഭവം ഈ കലാജീവിതത്തിന് പ്രചോദനമാകുന്നുണ്ട്? അങ്ങനെ പറഞ്ഞാലുണ്ട്. ഇവരൊക്കെയാണ് മെയിൻ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഇതുപോലത്തെ പരിപാടിക്ക് പോകാനായിട്ട്. അപ്പോൾ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളുള്ളപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ബാക്കിയുള്ളവരാരും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയുള്ളവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് മെയിൻ കാരണം ഇവിടെയൊക്കെ വരെ. അപ്പോൾ ദയ അജിത്തിന് നാടക മത്സരത്തിലും മികച്ച വിജയം നേടാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.